ഹലോ, എന്ത് വീഡിയോ ചെയ്യണമെന്ന് ഒരു പ്ലാനും ഇല്ലാത്ത സാഹചര്യത്തിലാണ് കുറച്ച് മഷിത്തണ്ട് കിട്ടിയത്. മഴയൊക്കെ ആയതിനാൽ നമ്മുടെ പറമ്പൊക്കെ പുല്ല് പിടിച്ച് കിടക്കുകയായിരുന്നു. കർക്കിടകം വരുമല്ലേ, സോ ഇതൊക്കെ ഒന്ന് വെട്ടിത്തള്ളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ദാ നിൽക്കുന്നു നമ്മുടെ മഷിത്തണ്ട്. എന്നാൽ പിന്നെ നമുക്കിത് വെച്ചൊരു തോരനുണ്ടാക്കി കളയാം. ദാ ഇത്രയാണ് കേട്ടോ കിട്ടിയത്. നമുക്കിതിലെ മണ്ണൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. നമ്മുടെ വീട്ടിൽ വളർന്നതാണെങ്കിലും എന്തെങ്കിലും ഒരു വിഷം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി നമുക്കൊരു അരമണിക്കൂർ മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിൽ മുക്കി വെക്കാം. ഒരു പരിചരണവും ആവശ്യമില്ലാതെ നമ്മുടെ പറമ്പിലൊക്കെ വളരുന്നൊരു സസ്യമാണ് കേട്ടോ ഈ മഷിത്തണ്ട്. ഈ വാദസംബന്ധമായ രോഗങ്ങൾക്കും ഈ യൂറിക് ആസിഡ് കുറയ്ക്കാനും ഒക്കെ ഈ ഇല ഒരു ബെസ്റ്റ് റെമഡിയാണ് കേട്ടോ. ഇത് തോരൻ വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. മഞ്ഞളിട്ട് വെള്ളത്തെ മുക്കി വെച്ചതിന് ശേഷം നമുക്കിതെടുത്ത് അരിയാം. ഇതാണ് മഷിത്തണ്ട്. പണ്ടൊക്കെ നമ്മളെ സ്ലേറ്റിലൊക്കെ തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കത്തില്ലായിരുന്നു, മായ്ക്കാനൊക്കെ. അതാണ് മഷിത്തണ്ട്. ഇതിപ്പോൾ യൂറിക് ആസിഡൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണെന്ന് പറയുന്നുണ്ട്. നമ്മളിതൊന്നും കഴിച്ചിട്ടില്ല, ഞാനിത് ഉണ്ടാക്കിയിട്ടും ഇല്ല. അപ്പോൾ പിന്നെ ഇത് ഇങ്ങനെ പറഞ്ഞ് കേട്ടത് കൊണ്ട് അങ്ങ് തോരൻ വെച്ച് നോക്കുകയാണ്. പണ്ട് അമ്മാമ്മയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അമ്മയുടെ അമ്മയൊക്കെ. അമ്മാമ്മയൊക്കെ എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെയാണെന്നൊന്നും നമുക്കറിയത്തില്ല. ഇലകളൊക്കെ പിച്ചിയൊക്കെ തോരനൊക്കെ തന്നിട്ടുണ്ട്. അതിന്റെ ഗുണങ്ങളൊന്നും എനിക്ക് ഇതുവരെ അറിയത്തില്ലായിരുന്നു. മോനെ, അത് വെറുതെ കട്ട് ചെയ്ത് കളയല്ലേ. മോനുണ്ടൻ എന്തോ കൊടുക്കുവാ? ആണോ? ഗുഡ് ബോയ്. നല്ലതാണ്, നമുക്കൊന്ന് കഴിച്ചു നോക്കാം എന്തായാലും. കൈ മുറിയരുത്. നമുക്കിനി തോരൻ ഉണ്ടാക്കാം. ഒരു ചീനിച്ചട്ടി വെച്ച് ചൂടാവുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കാം. ഒരു സ്പൂൺ കടുകിടാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും സവാളയും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതാ നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ച മഷിത്തണ്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഒരു പൊടി തേങ്ങയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് ചെറു ചൂടിൽ അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ദാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മഷിത്തണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. കൂണിൻ്റെയൊക്കെ ടേസ്റ്റ് ഇല്ലടാ. കൊള്ളാം കൊള്ളാം കൊള്ളാം. കൂണില്ലേ, കൂണിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. എല്ലാ രോഗത്തിനും ഉത്തമമാണെന്ന് പറയും. അമ്മ ഇത് തിന്നാണ്. ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഈ തോരൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ.